يوم يسمعون الصيحة بالحق ذلك يوم الخروج വയനാടിന്റെ മണ്ണുകളിൽ അവർ പറയുകയാണ് ഘോരമായ ശബ്ദം തന്റെ ശവണപഥത്തിലോട്ട് അടിച്ചു കയറുമ്പോ രാത്രിയുടെ ഭീമാകാരന്മാരായ ഇരുളുകളിൽ നാം അറിഞ്ഞിരുന്നില്ല ഇത് വരാൻ പോകുന്നത് ഒരു ഭീമമായ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് അറിഞ്ഞിരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഏറ്റവും വലിയ ശബ്ദമേതാണ്, ഏറ്റവും ഘോരമായ ശബ്ദമേതാണ്. വയനാടിൽ സംഭവിച്ചതല്ല, ഈ ദുനിയാവിൽ സംഭവിക്കുന്ന ശബ്ദങ്ങളെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. യൗമ യസ്മഊന സൈഹത ബിൽ ഹഖ് യൗമ യസ്മഊന സൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. ഖബറുകൾ പിളർക്കുന്നതായ ഒരു ഘോരമായ ശബ്ദമുണ്ട് സഹോദരാ. ആ സഹോദര, ആ ദിവസം എന്ന് പറയുന്നത് ദാലിക യൗമുൽ ഖുറൂജ്. ആ ദിവസമാണ് മനുഷ്യരെ ഖബറിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. ആ ദിവസമാണ് മനുഷ്യരെ ഖബറിന്റെ പുറത്തോട്ട് വരുന്നത്. ആ ശബ്ദം അല്ലാഹു നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. അതാണ് ഘോരമായ ശബ്ദം, അതാണ് ഭീമാരന്മാരായ മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കുന്ന ശബ്ദമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ദുനിയാവിലെ ഞെട്ടലോട്, ദുനിയാവിന്റെ ഓരോ ദിവസങ്ങളും ഞെട്ടലോട് നാം വീക്ഷിക്കുമ്പോ, ഓരോ ദിവസങ്ങളും ഞെട്ടലോട് നാം കാണുമ്പോ അവരെ സഹായിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ്. നമ്മളോടാണ് അല്ലാഹു പറഞ്ഞത്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹുണ്ടെന്നുള്ള ബോധം ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സഹായിക്കുമെന്നുള്ളതായ വിശ്വാസം, ഫഹുവ ഖൈറുർ റാസിഖീൻ. ആ ഒരു വിശ്വാസത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഉദ്ഖുലുഹാ, നിങ്ങൾ ആ സ്വർഗ്ഗത്തിലോട്ട് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ശബ്ദം എന്ന് പറയുന്ന ദുനിയാവിൽ അടിച്ച ശബ്ദങ്ങളെക്കാളും എത്രയോ വലിപ്പമുള്ള ശബ്ദമാണ്. ഇന്നാ നഹ്നു നുഹ്യീ വനുമീതു വഇലൈനൽ മസീർ. ഞാനാണോ ജീവിപ്പിക്കുക, ഞാനാണോ മരിപ്പിക്കുക, എന്നിലോട്ടാണ് ഇവരെല്ലാം നടന്നു നീങ്ങുന്നത്, എന്നിലോട്ടാണ് സർവ വസ്തുക്കളും മടങ്ങേണ്ടുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ മടങ്ങുന്ന ദിവസം നന്മയാർന്നതാകണം, ആ മടങ്ങുന്ന ദിവസം നന്മയുള്ളതാകണം. അല്ലാഹുവേ, പടച്ചവനെ, രാത്രി കിടന്നുറങ്ങുമ്പോ അറിഞ്ഞിരുന്നില്ല നാളത്തെ പ്രഭാതം എന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അറിഞ്ഞിരുന്നില്ല. അല്ലാഹുവേ, അവർക്ക് നീ ഉയർന്ന ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. ജീവിച്ച് പൊതുവീരും മുമ്പേ അല്ലാഹുവിനോട് നടന്നവരാണ്. എന്തിനാണ് സഹോദര വെട്ടിപ്പിടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് വെട്ടിപ്പിടിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു, മനുഷ്യന് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്വർണം നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ഉടുതുണിക്കും മറുതുണിയില്ലാതെ പ്രിയപ്പെട്ടവര് കഷ്ടപ്പെടുമ്പോ, പ്രിയപ്പെട്ടവര് വേദനിക്കുമ്പോ അല്ലാഹുവേ, നീ സമാശ്വാസം കൊടുക്കണേ അല്ലാഹ്. നെറ്റിയിലെ നമസ്കാര തഴമ്പിനല്ല അവിടെ വിലയുള്ളത്, കുരിശുമാലെ അണിഞ്ഞതായ ക്രൈസ്തവ സഹോദരനല്ല അവിടെ വിലയുള്ളത്, ഒരു പൊട്ടുതൊട്ടതാ ഹൈന്ദവ സഹോദരനല്ല അവിടെ വിലയുള്ളത്. അവിടെ വിലയുണ്ടാകണമെങ്കിൽ മനുഷ്യനാകണം. സഹോദരങ്ങളെ, മനുഷ്യനാണ് വില, മനുഷ്യനാണ് എല്ലാം. മനുഷ്യനാണോ നീ, നിനക്കാണ് വിലയെന്ന് ഒരിക്കലോട് തെളിയിക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാഹ്. മനുഷ്യനാണ് വില, മനുഷ്യനാണോ എല്ലാം. എല്ലാം തികഞ്ഞവൻ. ഞാൻ വെള്ള വസ്ത്രം ധരിച്ചു എന്നും പറഞ്ഞ് ഞാൻ തികഞ്ഞവനാവൂല. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എല്ലാവിധ അഭ്യാസവും ചെയ്യുന്നവനാണ് എന്നും പറഞ്ഞ് തികഞ്ഞവനാവൂല. എന്റെ വീടും എന്റെ സമ്പത്തും എന്റെ സ്വർണവും എന്റെ ധനവും എല്ലാം ഒരു ദിവസം നമ്മൾ ബാക്കിയാക്കി ദുനിയാവിൽ നിന്നും വിട പറയേണ്ടവരാണ് എന്നും കൂടെ ഒരിക്കലൂടെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്.
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെതായ ഈ കാണുന്നതായ പരീക്ഷണങ്ങളും ഈ ലോകവും പഠിപ്പിക്കുന്നത് എന്താണ്? ഈമാനാണ്, സൂക്ഷ്മതയാണ്, തഖ്വയാണ്. കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ലോകം, കൊച്ചു കേരളം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാശ്വാസം നൽകുമാറാകട്ടെ.